ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്നും ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഗുണന രീതികൾ എന്ന പാഠഭാഗത്തിലെ സ്ക്വയർ നമ്പേഴ്സ് സമചതുര സംഖ്യകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കറിയാം എക്സാം ഒക്കെ വരാനായി. അപ്പൊ അധ്യാപക സുഹൃത്തുക്കൾക്കും വളരെ പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇവിടെ 16 പൊട്ടുകളെ പല രീതിയിൽ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയൊക്കെയാ വെച്ചിരിക്കുന്നത്? ഇത് ഒരു വരിയിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. നോക്കൂ, 2, 4, 6, 8 എണ്ണം. അങ്ങനെ 2 വരി. അപ്പൊ 2 വരിയില് ഒരു വരിയിൽ 8 എണ്ണം വെച്ച് 2 വരിയിൽ. അപ്പൊ നോക്ക, എങ്ങനെയാണ് വരുന്നത്? 8 × 2 സമം എന്താണ് കിട്ടുന്നത്? 16 കിട്ടുന്നുണ്ട് അല്ലേ? അടുത്ത നോക്കൂ, ഒരു വരിയിൽ 4 എണ്ണം വെച്ച് 4 വരിയുണ്ട് അല്ലേ? അപ്പൊ എത്രയാ കിട്ടുന്നത്? 4 × 4 സമം 16. എന്നാൽ ഇവിടെ വെച്ചിരിക്കുന്ന റോസ് പൊട്ടുകളോ ഒരു വരിയിലേ ഉള്ളൂ അല്ലെ? 16 എണ്ണം നിരത്തി വെച്ചു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 × 16 സമം 16. അപ്പൊ 16 പൊട്ടുകളെ ഇവിടെ ഞാൻ 3 രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ രസകരമായ ഏതെങ്കിലും ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ചിലര് പറയും ഇതാണ് ഇഷ്ടം, ചിലർ ഇതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടം പറയും. പക്ഷെ ഞാൻ നോക്കിയിട്ട് വളരെ പ്രത്യേകത തോന്നുന്ന ഒരു ചിത്രം അതിനകത്തുണ്ട്. അപ്പൊ അധ്യാപകർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് പൊട്ടാണോ, ഇതെന്താണ് വെച്ചിരിക്കുന്നത്? ടോക്കണാണ്, വെള്ളത്തിൽ നനച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ സ്റ്റിക്കർ അടിച്ചിട്ട് ഫോം ബോർഡിൽ ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രശ്നം, ഇങ്ങനെ നീക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ബോർഡിൽ വെള്ളത്തിന് നനവുണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സമചതുരാകൃതിയിൽ വെക്കാൻ കഴിയുന്നത് ഏതാണ്? ഇവിടെ നോക്കൂ, ഈ സംഖ്യകളിലേക്ക് നോക്കുക. ഈ ഒരു സംഖ്യ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നില്ലേ? ഇതിലൊരു പ്രത്യേക സൗന്ദര്യമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്, വളരെ സൗന്ദര്യാത്മകമായിട്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 × 4 16 വരിയിലും നിരയിലും തുല്യം. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 36 പൊട്ടുകളെ വിവിധ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അവിടെ 1 × 36 36 ആണ്. അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അത് അതിനകത്ത് വന്നിട്ടില്ല. അടുത്തത് 2 × 18 36 അതിനകത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. 3 × 12 36, ഇതൊക്കെ 36 തന്നെയാണ് വരുന്നത്, 36. അടുത്തത് 4 × 9 36. പിന്നെ വന്നിരിക്കുന്നത് 6 × 6 36. ഇതിൽ തന്നെ വേറെയും ഉണ്ട് കേട്ടോ. സംഖ്യകളിലെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ വന്നപ്പോഴും ഒരു സംഖ്യയെ നോക്കൂ, അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 36 കിട്ടുന്നു. സമചതുരാകൃതി അല്ലെ? ഇങ്ങനെ സംഖ്യകളെ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് എന്ത്? സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ ഷേപ്പ്, സമചതുരാകൃതിയിൽ ചെയ്യണം, ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ്. ഇനി ഇവിടെ നമ്മൾ നോക്കിയ കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പ്രത്യേകത കാണാൻ പറ്റും. ഈ സമചതുര സംഖ്യകൾക്കുള്ള പ്രത്യേകത, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്. 4 4 കൊണ്ട് ഗുണിച്ചപ്പോ 16 കിട്ടി, 6 6 കൊണ്ട് ഗുണിച്ചപ്പം 36 കിട്ടി. സമചതുര സംഖ്യകള് അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 5 കൊണ്ട് ഗുണിച്ചാൽ മറ്റൊരു സമചതുര സംഖ്യ കിട്ടില്ലേ? എത്രയാ കിട്ടുന്നത്? 25 ആണ്. അപ്പൊ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സമചതുര സംഖ്യകള് കിട്ടുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അതൊന്ന് എഴുതി വെച്ചാൽ മതി. സ്ക്വയർ നമ്പേഴ്സ് ആർ ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ വിത്ത് ഇറ്റ് സെൽഫ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞുതരാം. 1 × 36
അടുത്തത് ഈ 1നും 36നും ഇടയ്ക്കാണ് വന്നിരിക്കുന്നത് 2 × 18. അടുത്ത വന്നിരിക്കുന്നത് 2ന്റെയും 18ന്റെയും ഇടയ്ക്കാണ് 3 × 12. ഇവിടെ 4ന്റെ അതിന്റെ ഉള്ളിലാണ് അടുത്തത് 4 × 9 36. അടുത്തത് ഇത് 4ന്റെയും 9ന്റെയും ഉള്ളിലാണ്. ഇനിയില്ല, ഇതിനിടയ്ക്ക് ഇനി വേറെ വരാനില്ല, തീർന്നു. മനസ്സിലായില്ലേ? ആ ഒരു സൗന്ദര്യം കൂടി ഇതിനകത്തുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സംശയം വരാവുന്ന മറ്റൊരു കാര്യമുണ്ട്. നോക്കൂ, 1 സമചതുര സംഖ്യയാണോ? അപ്പൊ ഒരെണ്ണം മാത്രം വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഒരെണ്ണം മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയരം കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും 1 സമയര സംഖ്യ അല്ല. പക്ഷെ മറ്റൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. അതായത് 1നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 തന്നെ കിട്ടുന്നു. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് സമചതുര സംഖ്യ കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ 1നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടി. അപ്പൊ 1 എന്താണ്? സമചതുര സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സമചതുര സംഖ്യകള്. 1 സമചതുര സംഖ്യയാണ്. പിന്നെ 2നെ 2 കൊണ്ട് ഗുണിക്കണം 4, 3നെ 3 കൊണ്ട് ഗുണിക്കണം 9, 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16, 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25, 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 36. ഇങ്ങനെ അങ്ങ് തുടർന്നു പോകുന്നു. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ സമചതുര സംഖ്യകൾ കിട്ടുന്നു. ഞാൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ച നമ്പർ ചാർട്ട് ഈ ഒരു കണ്ടന്റ് എടുത്തിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചാർട്ടുകൾ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സമചതുര സംഖ്യകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കുറച്ച് പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. അടുത്ത ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കാം. ഇവിടെ ഈ പച്ച കളർ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഒറ്റ സംഖ്യ 1 നമുക്കറിയാം, ഒറ്റ സംഖ്യയാണ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പച്ച കളർ ഉള്ളത് 1, ഈ ഓറഞ്ച് കളർ ഉള്ളത് എത്രയുണ്ട്? 3. അപ്പൊ 1ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ സമചതുര സംഖ്യ കിട്ടി. നോക്കൂ, ഒന്നാമത്തത് 1 തന്നെയാണ്. രണ്ടാമത്തെ സമചതുര സംഖ്യ 2 ഒറ്റ സംഖ്യകളുടെ തുക. നമുക്ക് 1ഉം 3ഉം എത്രയാണ് വരുന്നത്? 4. മനസ്സിലായില്ല? അടുത്തത് നോക്കാം. പച്ച കളറുള്ളത് 1 കൂട്ടണം ഓറഞ്ച് കളറ് 3 കൂട്ടണം ഇവിടെ റോസ് കളറുള്ളത് എത്രയാണ്? 5. അപ്പൊ ഇവിടെ എത്ര ഒറ്റ സംഖ്യകളായി? 3 ഒറ്റ സംഖ്യകൾ. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ സമചതുര സംഖ്യ കിട്ടും. 3 × 3 എത്രയാ വരിക? 9. അടുത്തത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. പച്ച കളറുള്ളത് 1 കൂട്ടണം, ഓറഞ്ച് കളർ ഇവിടെ 3 കൂട്ടണം, ഇനി ഇടയ്ക്ക് റോസ് കളർ ഉണ്ട്, ഇത് 5 കൂട്ടണം. ഇത്രയും നമുക്കിവിടെ വന്നു അല്ലേ? അതിനോടുകൂടെ അടുത്ത ഒറ്റ സംഖ്യ എത്രയാണ് വരുന്നത്? 7. അപ്പൊ എത്ര ഒറ്റ സംഖ്യയിലാണെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. ഞാൻ എണ്ണി നോക്കുന്നില്ല, എനിക്കറിയാം. എത്ര ഒറ്റ സംഖ്യയിലാണ്? 4. അപ്പൊ 4 ഒറ്റ സംഖ്യയുടെ തുക എന്താ കിട്ടുന്നത്? 16. എത്രാമത്തെ സമചതുര സംഖ്യ? 4ാമത്തെ സമചതുര സംഖ്യ. എന്ത് രസ! ഇതൊക്കെ നിങ്ങൾക്ക് ആ നമ്പർ ചാർട്ടിൽ ഉൾപ്പെടുത്താം. നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. പിന്നെ നമ്പർ ചാർട്ടിലൊക്കെ ചെയ്യുമ്പോൾ അധ്യാപകർ ആദ്യം നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ് എന്ത്? സമചതുര സംഖ്യകൾ. ഓക്കെ ആലോ? ഒരു നിശ്ചിത സ്ഥാനത്തെ സമചതുര സംഖ്യ കിട്ടാൻ ആ സ്ഥാനത്തിന്റെ അത്രയും ഒറ്റ സംഖ്യകൾ കൂട്ടണം. അതായത് 10ാമത്തെ സമചതുര സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? നമ്മൾ ഇവിടെ പഠിച്ചു. 3 ഒറ്റ സംഖ്യകളുടെ തുക 9 വന്നു. 3 × 3 9. 4 ഒറ്റ സംഖ്യയുടെ തുക 16. 4 × 4 16. അങ്ങനെ ആയാൽ ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക എത്ര കിട്ടും? 10 × 10 100. എളുപ്പമാണ് അല്ലെ? എത്രയാ കിട്ടുക? 100 ആണ് 10ാമത്തെ സമചതുര സംഖ്യ.
റെഡി ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ സമചതുര സംഖ്യ ആദ്യത്തെ 8 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടണം. 8 × 8 64. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഈ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. അപ്പൊ ഞാനത് ബോർഡിൽ എഴുതാം. മുഴുവൻ എഴുതുന്നില്ല, ബാക്കി നിങ്ങൾ പൂർത്തിയാക്കുക, കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കുക. ഓക്കെ ആണല്ലോ? ഇതേപോലെ കോളം വരച്ചിട്ട് ഒരു 9ഓ 10ഓ വരെ എഴുതിക്കോളൂ. ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യത്തെ 1 1 ഗുണിക്കണം 1 1 തന്നെ. ഇനി ഇവിടെ നോക്കാം. രണ്ടാമത്തെ വരിയിൽ 2 × 2 4 സമചതുര സംഖ്യ. അത് 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്. 1 കൂട്ടണം 3 4. അടുത്തത് 3 × 3 9. അപ്പൊ ഈ 4നോട് കൂടെ അടുത്ത ഒറ്റ സംഖ്യ കൂട്ടുക. 4 5 9. അതായത് 1 കൂട്ടണം 3 കൂട്ടണം 5 9. അങ്ങനെ ആയാൽ അടുത്ത വരി നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോളൂ. എന്നിട്ട് നമുക്ക് പറയാം. കണ്ടോ? ഇനി നമുക്കൊന്ന് നോക്കാം. എത്രയാണ്? 4 ഗുണിക്കണം 4 സമം എത്രയാണ് വരുന്നത്? 16. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എങ്ങനെ എഴുതാം? 9 കൂട്ടണം അടുത്ത ഒറ്റ സംഖ്യ 7. അപ്പൊ എത്രയാ കിട്ടുക? 16. അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിൽ എന്ത് എഴുതാം? 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം ഇവിടെ ഒരു 7ഉം കൂടി ഉണ്ട്. 7 സമം എത്രയാ വരിക? 16. ഇപ്പൊ ഓക്കെ ആയല്ലോ? ഇതുപോലെ ഈ പട്ടിക അങ്ങോട്ട് പൂർത്തിയാക്കിക്കോളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പേജ് നമ്പർ 37 1ഉം 2ഉം പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പേജ് നമ്പർ 37 പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ പട്ടിക ഇതിന് മുമ്പ് എഴുതിയ പട്ടിക നിങ്ങളൊന്ന് പരിശോധിക്കാം. അപ്പൊ അതിലെ ഒരു കോളത്തിലുള്ളത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക. രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഏതാ? രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഇവിടെ 3 മൂന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 5. നാലാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 7. ഇനി പിന്നെ അഞ്ചാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 9. എന്തെങ്കിലും ട്രിക്ക് പിടികിട്ടിയോ? നോക്കൂ. രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3, മൂന്നാമത്തെ ഒറ്റ സംഖ്യ 5, നാലാമത്തെ ഒറ്റ സംഖ്യ 7. പിടികിട്ടിയോ? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഒറ്റ സംഖ്യ കാണാൻ 2ന്റെ 2 മടങ്ങിൽ നിന്ന് 1 അങ്ങോട്ട് കുറയ്ക്കുക. 4, 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പൊ മൂന്നാമത്തെ ഒറ്റ സംഖ്യ കാണാൻ 3ന്റെ 2 മടങ്ങ് ഇരട്ടി. അപ്പം 3ന്റെ ഇരട്ടി എത്രയാണ്? 6. 6ൽ നിന്ന് 1 കുറയ്ക്കുക 5. നാലാമത്തത് 4 2 8, 8ൽ നിന്ന് 1 കുറച്ചു. അഞ്ചാമത്തത് 2 10, 10ൽ നിന്ന് 1 കുറച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം 20ാമത്തെ ഒറ്റ സംഖ്യ എത്ര? അപ്പൊ 20ന്റെ ഇരട്ടി കാണാം 40. 40ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാണ് കിട്ടുന്നത്? 39 കിട്ടുന്നത്. 10ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 10ന്റെ ഇരട്ടി കാണാം 20. 20ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാണ് കിട്ടുന്നത്? 19. ഓക്കെ ആയല്ലോ? ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് പേജ് നമ്പർ 37 പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ കണക്കെന്ന് പറയുന്നത് 11 × 11ഉം 111 × 111 കണക്കാക്കുക. എനിക്കിത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിത്തിൻ സെക്കൻഡിനുള്ളിൽ ചെയ്യും. എങ്ങനെ ചെയ്യൂലേ? ഞാൻ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ചെയ്യുന്നത്, ഞാൻ ഇവിടെ എത്ര ഒന്നുകളാണുള്ളത്? 2 ഒന്നുകൾ. അതുകൊണ്ട് 1 2 എന്ന് എഴുതി 2ന്റെ അടിയിലുള്ള സംഖ്യ 1 എത്തണ വരെ എഴുതി 121. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ എഴുതണം? എത്ര ഒന്നുകളുണ്ട്? 3 ഒന്നുകൾ. അപ്പൊ 1 2 3 വരെ എഴുതി. ഇനി തിരിച്ച് 1 എത്തണ വരെ ഡിസെൻഡിങ് ആയിട്ട് എഴുതുക, താഴോട്ട് എഴുതുക. അപ്പൊ 2 1. നിങ്ങൾ ചോദിക്കും, ഇതാണോ ടീച്ചർ എത്ര ബുദ്ധിമുട്ട്? ഇത് എളുപ്പമല്ലേ? എളുപ്പം. ഏത് കിട്ടിയാലും എഴുതിക്കൂടെ? എഴുതാം. പക്ഷേ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ നമ്മൾ ട്രിക്ക് മാത്രം പഠിച്ചു പോയാൽ പോരാ. തൊട്ടടുത്ത ചോദ്യം ഇവിടെ പറയുന്നുണ്ട്, 1111 × 1111 എന്തായിരിക്കുമെന്ന് ഊഹിക്കാമോ? ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. അതിനു മുമ്പ് ഇതെങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ശ്രദ്ധിച്ചിരിക്കുക. 11 × 11 നമ്മുടെ ചതുര ഗുണനം തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ഞാനിവിടെ ഒരു കോളമൊക്കെ വരച്ചു. ഇനി ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ. 10 + 1 = 11. ഇവിടെയും 10 + 1 11. ഇനി നോക്കുക. 10 × 10 100,
10 × 1 10. ഇനി 1 × 10 10, 1 × 1 1. നോക്കാം, ഇവിടെ 100. ശ്രദ്ധിച്ചല്ലോ, 100 1. ഇവിടെ നോക്കൂ, 2 10 2. ഇവിടെ 1 120, 2 10 20 121. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് നോക്കിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടിയിട്ടിട്ടുണ്ടാവും. ഇവിടെ ചെയ്യുമ്പോൾ 111. അപ്പൊ 3 കോളം വേണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 100 10 1 111 അല്ലെ? താഴോട്ടും അതുപോലെ എഴുതാ, 100 10 1 111. ഇനി 100 × 100 100 ഇട്ടിട്ട് ഈ 100ന്റെ 2 0 ഇടുക. 100 × 10 100 എഴുതിയിട്ട് 10ന്റെ ഒരു 0. 100 × 1 100. അടുത്തത് 10 × 100 10 ഇട്ടിട്ട് 2 0 ഇടാം, 1000. 10 × 10 100. 10 × 1 10. ഇനി 1 × 100 100. 1 × 10 10. 1 × 1 1. ഇനി നമുക്ക് ആ ട്രിക്കിലേക്ക് വരാം. നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, 10000. ഒറ്റ 10 100 1000 10000. ഒരു 10000 ഒന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ ഒരു 10000. അപ്പൊ ഈ 1 വന്നു. നോക്കാം, ഇവിടെ ഒരു 10000 നമുക്ക് കിട്ടി. ഇനി എത്ര ആയിരാണ്? 2000. നോക്കൂ, ഇത് 2000. അതിവിടെ വന്നു. ഇനി നോക്കാം, 3 നൂറുകൾ ഇവിടെ വന്നു. പിന്നെ താഴോട്ട് വരിക, 2 10കൾ, ഒരു 1. നോക്കൂ, ഇതുകൊണ്ടാണ് അതങ്ങനെ കിട്ടുന്നത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1111 നിങ്ങളൊന്ന് കണ്ടെത്തുക, ഈ രീതിയിൽ കണ്ടെത്തുക. അത് കൂടാതെ നമുക്ക് ഊഹിച്ച് കണ്ടെത്താം. നോക്കാം, 1111 ഗുണിക്കണം 1111 എന്തായിരിക്കും? ഊഹിച്ച് കണ്ടെത്താമോ? അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ വന്നാൽ 1 2 3 4 എന്ന് എഴുതിയതിന് ശേഷം പിന്നെ അതിന്റെ താഴോട്ട് വരും 3 2 1. ഇതാണ് ഉത്തരം വരിക. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള ഇത്തരം ഗുണനഫലങ്ങൾ ക്രമത്തിൽ എഴുതുക. നമുക്കൊന്നും കൂടെ നോക്കാം. ആദ്യത്തത് 1 ആണ്. അപ്പൊ നമ്മൾ 1 തന്നെ എഴുതി. അടുത്തത് 11 ഗുണിക്കണം 11. അപ്പൊ നമ്മൾ കണ്ടു 121. അടുത്തത് 111 ഗുണിക്കണം 111. അപ്പൊ നമ്മൾ കണ്ടു 1 2 3 എഴുതിയിട്ട് പിന്നെ 2 1 12321. അടുത്തത് 1111 ഗുണിക്കണം 1111. അപ്പൊ നമ്മൾ എഴുതി 1 2 3 4 എഴുതി പിന്നെ 3 2 1. ഇത്രയും നമ്മൾ കണ്ടെത്തി. തുടർന്നുള്ളതാണ് എഴുതേണ്ടത്. നിങ്ങൾ ഒരു 9 വരെ എഴുതിക്കോളാം. ഇനി ഇതില് മറ്റൊരു കാര്യമുണ്ട്. ഇത് നമുക്ക് നമ്പർ ചാർട്ടിന് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ കിട്ടി? ജഡ്ജസ് ചോദിക്കുന്ന സമയത്ത് ആ ചതുര ഗുണനം ഉപയോഗിച്ച് അത് പറഞ്ഞും കൂടെ കൊടുക്കുക. അപ്പൊ നല്ല രസമായിട്ട് വരും. അപ്പൊ ചതുരഗുണനം എന്ന് പറയുമ്പോൾ ഇത് ചതുരായിട്ടല്ല വരിക, സമചതുരാകൃതിയിലാണ് വരികയും ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 11111 ഗുണിക്കണം 11111. അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. 1 2 3 4 5 ഒന്നുകളാണ് വരുന്നത്. അതായത് ആ നിങ്ങളുടെ മനസ്സിലേക്ക് സമചതുര ഗുണനം കൊണ്ടുവരിക. അടുത്തത് അതിന്റെ അടിയിലേക്ക് 1 എത്തുന്നത് വരെ എഴുതുക. 4 3 2 1. ഓക്കെ ആയല്ലോ? വളരെ രസകരമായിട്ട് നമുക്കത് നമ്പർ ചാർട്ടായിട്ട് എഴുതുകയും ചെയ്യാം. ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് സമർത്ഥിക്കാനും കൂടെ പഠിക്കണം. നമ്മൾ ആ സമർത്ഥിക്കാനാണ് ഇപ്പൊ പഠിച്ചത്. 1111 നിങ്ങൾക്ക് 1111 കൊണ്ട് നേരത്തെ ചെയ്ത സമചതുര ഗുണനം ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? 1000 കൂട്ടണം, 100 കൂട്ടണം, 10 കൂട്ടണം 1. താഴോട്ടും അതേപോലെ തന്നെ. അത് നിങ്ങളൊന്ന് വരച്ച് ചെയ്തോളാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും. വളരെ ശ്രദ്ധിച്ചിരിക്കണം. തന്നെയല്ല, നമ്മൾ കുട്ടികളുടെ മുന്നിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ധാരാളം സംശയങ്ങളുള്ള കുട്ടികളായിരിക്കാം നമ്മുടെ മുമ്പിലുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ ഇത് നിങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികൾക്ക് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും
വളരെ പ്രയോജനപ്രദമാവും. അപ്പൊ അവരും ഇത് കണ്ടു പഠിക്കട്ടെ. അപ്പൊ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.